നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ടേക്ക് ഓഫ് എന്ന സിനിമയെ മുൻനിർത്തിയുള്ള സവിശേഷമായിട്ടുള്ള JB ജംഗ്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ടേക്ക് ഓഫിന്റെ സംവിധായകൻ മഹേഷ്, അഭിനേതാക്കളായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ, പാർവതി, വീഡിയോ വോളിൽ ഫാദ് ഫാസിൽ, ഇവരെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ചാക്കോച്ചൻ, പാർവതി, മഹേഷ്, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. Shall we take off? Of course, definitely. സീറ്റ് ബെൽറ്റ് കെട്ടിയിട്ടുണ്ടോ? മഹേഷ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. മഹേഷ് പിച്ച വെച്ചത് കേരളയിലാണോ? ആണ്. പിച്ച വെച്ച മഹേഷ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് പറക്കുകയാണ്. ഒപ്പം ഇവരെ എല്ലാം കൊണ്ട് പറക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമ. ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ള കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ. കഴിഞ്ഞ കാലത്ത് തിരുത്തി ഒരു നീണ്ട കാലത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു സിനിമ. ഇത്രയും പറഞ്ഞിട്ട് മഹേഷെ ഒന്ന് പൊങ്ങിയില്ലോ? മഹേഷെ, പാർവതി കണ്ടല്ലോ, 1 ഇഞ്ച് പൊങ്ങിയില്ലോ? വലിയ സന്തോഷം മഹേഷ്. കൈരളി കുടുംബത്തിലേക്ക് മഹേഷിനെ വീണ്ടും ആനയിക്കുന്നതിൽ ഒപ്പം ആ സിനിമയെ വിജയിപ്പിച്ച 2 മുഖ്യ പ്രയോക്താക്കളെ കൂടി, ഫഹദും കൂടി നമ്മോടൊപ്പം നമ്മുടെ വീഡിയോ വാളിൽ ചേരുന്നതാണ്. എപ്പോഴാണോ ചാക്കോച്ചനും പാർവതിക്കും ഫഹദിനെ വേണ്ടത്, ഞങ്ങളുടെ OB മാനിൽ അദ്ദേഹം ചേരുന്നുണ്ട്. സമഗ്രമായിട്ട് ഒരു പക്ഷേ മഹേഷ്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഇതിനു മുമ്പ് ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഫഹദും പാർവതിയായിട്ട്. ടേക്ക് ഓഫ് ചെയ്തില്ല? ടേക്ക് ഓഫ് ചെയ്തില്ല എന്നല്ല, അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. എഴുത്തൊക്കെ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ് രാജേഷിൻ്റെ മരണം. ശരിക്കും അത് വളരെ അടുത്ത, ഞാൻ പറഞ്ഞത്, ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളുടെ ഇടയിൽ. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഞങ്ങളെല്ലാവരും കൂട്ടമായിട്ട് അതായത് അതിനകത്ത് ഒത്തിരി പേരുണ്ട്. ഞാനുണ്ട്, ചാക്കോച്ചനുണ്ട്, പാർവതിയുണ്ട്, സഞ്ജയ് ഉണ്ട്, ബോബി സഞ്ജയ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഒരു ഡിസിഷനിലേക്ക് എത്തി. രാജേഷിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ തിരിച്ചൊന്ന് വീണ്ടും റിവൈവ് എടുക്കുക, അതിൽ നിന്നും കുറച്ച് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത്. ഒരു പക്ഷേ കേരളത്തിന് ഒരു നവഭാവുകത്വം നൽകിയ ഒരു സിനിമയുടെ ശില്പി രാജേഷിൻ്റെ സ്മരണയാണ് ഈ സിനിമയുടെ ഒരു ചൈതന്യം. സ്വാഭാവികമായിട്ടും ഈ ടേക്ക് ഓഫിനെ കുറിച്ചുള്ള ഈ ചർച്ച നമ്മൾ നടത്തുമ്പോൾ രാജേഷിനും നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ രാജേഷിൻ്റെ സ്മരണകളെ നമ്മൾ നോക്കുകയാണ്. രാജേഷിൻ്റെ സ്വപ്നമാണ് ഒരു പക്ഷേ ടേക്ക് ഓഫിൻ്റെ വിജയം എന്ന് വേണമെന്ന് പറയാൻ പറ്റും. ടേക്ക് ഓഫിലേക്ക് നമുക്കൊന്ന് ക്വിക്കായിട്ട് പോയിട്ട് തിരിച്ചു. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നഴ്സുമാരുടെ ജീവിതമാണ്. ഒരുപക്ഷെ അവരുടെ വികാര വിക്ഷോഭങ്ങൾ. നമുക്ക് ഈ ഷോയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് JB ജംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. സാധാരണ ഇങ്ങനെ പങ്കെടുക്കുന്ന ആൾക്കാർ അധികം ഷോയിൽ ആക്റ്റീവ് ആകാറില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പതിവ് കൂട്ടിട്ട് എന്ത് വേണേലും ചോദിച്ചോളൂ, എന്ത് തോന്നിയാസം വേണേലും പാർവതിയോടും ചാക്കോച്ചനോടും ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർവതിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. ഈ ചാക്കോച്ചൻ പണ്ട് JB ജംഗ്ഷനിൽ എനിക്ക് ഇരുന്ന് തന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പെയർ ചെയ്യും അദ്ദേഹത്തിന്. എന്നോട് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ഇവിടെ കൊടുത്തേക്കണത്. പുറത്തിറക്കി കോമ്പൗണ്ടിന് വെളിയിൽ സുരക്ഷ വെച്ചാൽ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഗ്യാരണ്ടി ഇല്ല. പാർവതി ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയാ ഒരു കഥാപാത്രം. പാർവതിയുടെ എല്ലാ കഥാപാത്രത്തിനും ഒരു പ്രത്യേകതകളുണ്ട്. ഒന്നിനോട് ചേരുന്നില്ല. ചേർച്ചക്കുറവ് സ്വഭാവം പോലെ തന്നെയാണ് കഥാപാത്രം. ഞാൻ വളരെ ലക്കിയാണ്. അങ്ങനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്തരം കഥകൾ എഴുതണം, അത് എനിക്ക് വരണം. അത് ഇപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ടു മീ. അപ്പം ഒരുപാട് ഗ്യാപ്പ് വിട്ടിട്ടാണ് എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നത്. സോ ബേസിക്കലി എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം മാത്രമാണ് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക.
എന്നിട്ട് അത് വരുന്ന സമയത്ത് റെഡി ആവുക, അത് അഭിനയിക്കാനും അത് ഉൾക്കൊള്ളാൻ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എന്താ തോന്നിയത്? ഒരു സ്പാർക്ക് അടിച്ചോ? ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ച സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഡയറക്ടറോ എന്നോട് വന്ന് കഥ പറയുക, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വിളിക്കുക, അങ്ങനെയായിരിക്കും. പക്ഷേ ഇത് മഹേഷും ഞാനും ഇതിനു മുമ്പും നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് എന്നോട് ഇതിൻ്റെ കോൺസെപ്റ്റ്, അതായത് ഒരു സ്ത്രീയുടെ ജീവിതം ആയിരുന്നു ആദ്യം ഒരു ചെറിയൊരു ത്രെഡായിട്ട് എന്നോട് മഹേഷ് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 2015 ഏതോ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് മഹേഷ് നമ്മളൊരു സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മഹേഷ് ആ കഥയെടുത്ത് ഇങ്ങനെ ഒരു ഭൂമികയിൽ വെക്കും. അപ്പോൾ എന്നോട് ആദ്യം അത് നമ്മൾ ചാക്കോച്ചനും ഞാനും മഹേഷും സഞ്ജയ് സാർ എല്ലാവരും അന്നത്തെ ദിവസം തന്നെയാണ്, രാജേഷ് നമ്മൾ വിട്ടുപോയ അന്നത്തെ ദിവസം തന്നെയാണ് തീരുമാനിച്ചത്. സോ അന്ന് തന്നെ വി ന്യൂ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സ്റ്റോറി മഹേഷ് വിൽ വർക്ക് ഓൺ. അതിനുശേഷം സ്ക്രിപ്റ്റിനെ പറ്റി നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. മഹേഷ് വാസ് വർക്കിംഗ് ഓൺ ഇറ്റ്. ഞാൻ ഈ ചോദ്യം അതായത് എങ്ങനെയാണ് ഈ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എങ്ങനെയാണ് സിനിമ സെലക്ട് ചെയ്തത്. ഇപ്പൊ ചാക്കോച്ചൻ ഒരു സിനിമ സെലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല പാർവതിയുടെ മിഡിൽ ഓബ്ലാങ്കട്ട് വർക്ക് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. കുറെ കുതന്ത്രം ഉണ്ടെന്നൊക്കെ ഉള്ളതാണല്ലോ ചാക്കോച്ചൻ. ഇത് ഞാനിത് ചോദിക്കാൻ വേണ്ടി ചാക്കോച്ചൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്വാൻ പറയുന്നു ഞാൻ അതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ ചോദിക്കാമെന്ന്. വരട്ടായിരുന്നു കൂടെ 2 സിനിമ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഷീസ് എൻ എക്സെപ്ഷണൽ ആർട്ടിസ്റ്റ്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള പാർവതിയോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. കാര്യം എന്നെ പലപ്പോഴും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അതേസമയം ഒരു ഹ്യൂമൻ ബീയിങ്, എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ് പാർവതി. പാർവതിയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, പാർവതിയുടെ സിനിമകൾ സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ്? അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കറിയാം പാർവതി, അപ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ടോവിനോ, പാർവതിയുടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന 2 സിനിമ ഒരുമിച്ച് അഭിനയിച്ചു. 2 സിനിമയിലും 2 ഡൈനാമിക്സ് ആണ് ടോവിനോന്റെ കൂടെ. ഒന്നിൽ എന്നെ ഒത്തിരി സ്നേഹിച്ച്, അതായത് എൻ്റെ കഥാപാത്രത്തെ കാഞ്ചനമാല ഒത്തിരി സ്നേഹിച്ച് അപ്പുവേട്ടനായിട്ടും, വേറൊന്നിൽ എൻ്റെ ബ്രദറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. സോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർലി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഒരു ടൊവിനോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടൊവിനോ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാനും ടൊവിനോയും കൂടെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പല സിറ്റുവേഷൻസ് നമ്മൾ വെറുതെ സംസാരിക്കും. അപ്പുവേട്ടനും കാഞ്ചനമാലയും തമ്മിൽ ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആസ് കിഡ്സ് എന്നൊക്കെ. അത് നമ്മൾ മാത്രം അറിഞ്ഞ് നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് ഓഫ് സ്ക്രീൻ നടക്കുന്ന, ഓഫ് ക്യാമറ നടക്കുന്ന ഡിസ്കഷനാണ്. ഐ റിയലി എൻജോയ്. സോ ഐ എം ഗ്ലാഡ് ഹി ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. ഒരുപാട് ക്രൈറ്റീരിയകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇല്ല. ഇറ്റ്സ് ബേസിക്കലി ഗട്ട് ഫീലിംഗ് ആണ്. ഒരു കഥ കേൾക്കുമ്പോൾ എവിടെയോ ഒന്ന് സ്പർശിക്കും അല്ലേ? സ്പർശിക്കും എന്നുള്ളത് മാത്രമല്ല, നിലനിൽക്കണം. അതായത് ഒരു കഥ കേട്ട് കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ഒരു കൊളുത്ത് അതിൻ്റെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും 60 ദിവസം മിനിമം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അതേ എക്സൈറ്റ്മെൻറ്റോടെ എഴുന്നേറ്റ് പോയി ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം. അത് പല പല കാര്യങ്ങളാവാം. അത് കഥാപാത്രത്തിൻ്റെ കാര്യമാവാം, അല്ലെങ്കിൽ സിനിമ ആസ് എ ഹോൾ, ഈ സിനിമ പറയണം, എന്തായാലും ഉണ്ടാവണം. ചില കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെടും, പക്ഷേ ചിരി വരാറുണ്ട്, കണ്ണു തുറന്ന് ഉറങ്ങിയിട്ടുണ്ട്, അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. പക്ഷെ കഥ കേട്ട് കഴിയുമ്പോൾ കഥ ചിലപ്പോൾ ഇഷ്ടപ്പെടും, ഇതുണ്ടാക്കണം, പക്ഷെ കഥാപാത്രത്തിനോടൊരു ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ല. അത് നേരെ മറിച്ചും ഉണ്ടാവാം. കഥാപാത്രം ഉഗ്രനായിട്ടുണ്ടാവും, പക്ഷെ അത് ആ കഥയിൽ അത്രയും നല്ല രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ യോജിക്കാത്ത പല കാര്യങ്ങളും. പാർവതിയുടെ റോളിനെ കുറിച്ച് പാർവതി കോൺഷ്യസ് ആണോ? അതായത് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതായത് എത്രത്തോളം എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യുന്നതിന്റെ കാര്യത്തിൽ യെസ്, ദർ ഇസ് നോ കണക്ഷൻ ടു പെർഫോമിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഒരു സ്ക്രിപ്റ്റില് മുഴുനീളം അങ്ങനെയുള്ള വാശി അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഒരു സ്ക്രിപ്റ്റിൽ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിൽ സേരയ്ക്ക് മുഴുനീളം ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റില്ല, ബിക്കോസ് ദ സ്റ്റോറി ഈസ് അബൌട്ട് 3 cousins. സോ ഞാൻ അവിടെ ചെന്നിട്ടില്ല, അഞ്ജലി എനിക്ക് 2 സീനും കൂടെ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ പാർവതിയുടെ പ്രത്യേകത ചാക്കോച്ച, എനിക്ക് പാർവതിയെ പലപ്പോഴും കാണുമ്പോൾ ഓരോ സിനിമയിലും ഓരോ രൂപത്തിലാണ് തിരിച്ചറിയാൻ തന്നെ പറ്റാതെ തോന്നുന്നു. ചാക്കോച്ചന് അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പാർവതി? എൻ്റെ പ്രശ്നം മഹേഷിനോടെ, കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് വിദേശത്ത് നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് ക്ലൈമാക്സ് സീനാണ് ഏറ്റവും ആദ്യം തന്നെ മഹേഷിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്തത്. അപ്പം അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് മഹേഷ് അതിന് മുമ്പ് എടുത്ത പോർഷൻസ്, ഒരു റഫ് കട്ട് ചെയ്തിട്ടുള്ളൊരു പോർഷൻസ് എന്നെ കാണിച്ചു തന്നു.
അതിൽ കൂടുതലും പാർവതിയും ഫഹദുമായിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസുകളാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മഹേഷിനോട് ആദ്യം ചോദിച്ചു, ഇത് പാർവതിയാണോ ആ ഇരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ചോദ്യം മാത്രമല്ല അത്, അല്ല, സിനിമ ഇൻഡസ്ട്രീന്റെ അവിഭാജ്യ ഘടകമായ ചാക്കോച്ചന്റെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടെങ്കിൽ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ ഇതെങ്ങനെയാ പാർവതി ഈ പറഞ്ഞ രൂപപരിണാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്? എന്തെങ്കിലും ഒടിവിത്ത് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ നിങ്ങൾക്ക്. ബ്ലാക്ക് മാജിക്. ദി ഓൺലി മാജിക് ഇസ് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞാൻ ഒരു രീതിയിലും ഹമ്പിൾ ആവാൻ ശ്രമിക്കുകയല്ല. പക്ഷെ ഒരു ഡയറക്ടറും ഒരു ആർട്ട് ഡയറക്ടർ ആയാലും ക്യാമറാമാനും കോസ്റ്റ്യൂം, ഇതിൽ എസ്പെഷ്യലി കോസ്റ്റ്യൂമിൽ ധന്യയും ഞാനും മഹേഷൊക്കെ ഇരുന്ന് സംസാരിച്ചത്, സമീറ എന്ന് പറഞ്ഞ കഥാപാത്രം എവിടുന്നായിരിക്കും ചുരിദാറിൻ്റെ തുണി വാങ്ങിയിരിക്കുക, അതേത് വാഷിംഗ് പൗഡർ വെച്ചിട്ടായിരിക്കും കഴുകിയിട്ടുണ്ടാവുക, അങ്ങനെ വാഷിംഗ് പൗഡർ വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇതിലായിരിക്കും പാച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. ഇങ്ങനത്തെ ഡിസ്കഷൻ ഒരു ആക്ടറും ഡയറക്ടറും ആർട്ട് ഡയറക്ടറും തമ്മിൽ ഉണ്ടാവുന്നതാണ് ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ. ഐ ഫീൽ ദിസ് ഇസ് ദ ഹോൾ പോയിന്റ് ഓഫ് മേക്കിംഗ് എ ഫിലിം. എൻ്റെ ഏറ്റവും ആദ്യത്തെ സീൻ എടുക്കുന്നത് ഫഹദുമായിട്ടുള്ള നമ്മുടെ സിനിമയുടെ ഏകദേശം അവസാനം വരുന്ന ഒരു സീൻ വെച്ചിട്ടാണ്. അത് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഫഹദിന്റെ നോക്കാലോ. ഫഹദ്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനിതിൻ്റെ കഥ കേൾക്കുന്നതും കഥ കേട്ട ഉടനെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത്. അപ്പം എനിക്കിത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനൊരു സിനിമ എന്തായാലും മലയാളത്തിൽ ഉണ്ടാവണമെന്ന് തോന്നി. അപ്പം ഇങ്ങനൊരു സിനിമ എന്നെ ഇൻവൈറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് നോന്ന് പറയാൻ തോന്നിയില്ല. അപ്പം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഗംഭീര സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ഗട്ട് ഫീലിംഗ് തന്നെയാണ് ഞാൻ ടേക്ക് ഓഫിനോടൊപ്പം അവസാനം അതിൻ്റെ ഒരു ഭാഗമായത്. ചാക്കോച്ചൻ, ഈ സിനിമയിൽ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് നിറഞ്ഞു നിൽക്കുന്നത് പാർവതി. ഇഷ്ടപ്പെട്ടാലില്ലേ? Do you have a problem? Do you have a problem now? ഇതുവരെ പറയാത്ത പ്രശ്നം പറ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ആദ്യം റിയൽ ബ്രേക്ക് എന്ന അനിയത്തി പ്രാവുന്ന സിനിമയാണ്. അതൊരു ഹീറോയിൻ ഇതൊരു ഭയങ്കര കോയിൻസിഡൻസാ. ആ ഒരു ബ്രേക്കിന് ശേഷം 2 പതിറ്റാണ്ടിന് ശേഷം ആണ് ഈ ബ്രേക്ക്. അതായത് ചാക്കോച്ചന് 20 വയസ്സ് കൂടി ചേർന്നിരിക്കുന്നത്. ഒരു പോയിന്റ് ഞാൻ അവിടെ പറയേണ്ടിയിരിക്കുന്നു. അന്ന് എനിക്ക് വയസ്സ് 8. അരവിന്ദ് സ്കോർ ചെയ്തു. ചാക്കോച്ച, ഇങ്ങനെയുള്ള പാരകളൊക്കെ സഹിക്കണം. അനിയത്തിപ്രാവിലെ ചാക്കോച്ചനെ പ്രേമിക്കുന്ന പിള്ളേരെ ഇവിടെ ഇരിക്കണം മുഴുവൻ. ഓഫ് കോഴ്സ് എന്റെ എന്താ പറയാ, മലയാള സിനിമ കണ്ട ആദ്യമായിട്ട് തോന്നുന്നത് അല്ല, നമ്മുടെ മാൻ ക്രഷിന്റെ ഐഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചൻ ലവ് ആൻഡ് ലവ് ഓൺലി ആൻഡ് ബുക്ക് ആൻഡ് യു നോ അത് ബെഞ്ചമിൻ ബട്ടൺ ഓഫ് മലയാളം സിനിമ എന്ന് ഞാൻ ഒരിക്കലും മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തിരിച്ചാണോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ, ഞാനൊക്കെ എന്റെ 28-ാം വയസ്സിൽ ഐ ലുക്ക് ലൈക്ക് ഐ എം ലൈക്ക് 40-50 years old and then he can look like this. ഇവിടെയാണ് മന്ത്രവാദം നടക്കുന്നത്. ഫെബ്രുവരി 29-നാണ് മൂപ്പർ ജനിച്ചത്. അതുകൊണ്ടായിരിക്കും പറഞ്ഞില്ല, ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അതില് ഫോർച്ചുനേറ്റ്ലി അതേപോലെ തന്നെ ഹീറോയിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് എനിക്കും ലഭിച്ചു. ബിക്കോസ് ദ ക്യാരക്ടർ വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കസ്തൂരിമാൻ, അതിൽ മീര ജാസ്മിൻ്റെ ഏറ്റവും നല്ല റോളുകളൊന്നാണ്. അതിൽ എൻ്റെ ക്യാരക്ടർ ഇറ്റ് വാസ് എ കളക്ടർ, സാജൻ ജോസ് ആലുക്ക എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചു വന്ന സിനിമകളിലാണെങ്കിൽ പോലും ഇപ്പോൾ എൽസമ്മ എന്ന ആൺകുട്ടി, അതെൻ്റെ ഒരു അതുവരെയുള്ള ഒരു എന്താ പറയുക ലവ് ബോയ് ഇമേജ് മാറ്റിമറിച്ചുള്ളൊരു ക്യാരക്ടറായിരുന്നു, അല്ലെ പാലുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഹൗ ഓൾഡ് ആർ യുവിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ഇറ്റ്സ് എ ഹീറോയിൻ ഓറിയൻറ്റഡ് ക്യാരക്ടർ ഫിലിം ആക്ച്വലി. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഹസ്ബൻഡ് റോളാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് തന്നെ ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ക്യാരക്ടറായിരുന്നു. എന്നെ അതുവരെ ഇഷ്ടമില്ലാതിരുന്ന പല മീഡിയ പേഴ്സണാലിറ്റീസ് പോലും എന്നെ വിളിച്ചിട്ട്, കാരണം അവരുടെ ഭാര്യമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഭാര്യമാർക്ക് എന്നോട് ഈ വേഷം കണ്ടിട്ട് ഇച്ചിരി കലിപ്പ് തോന്നിയിട്ട് അത് അവർക്ക് ഇഷ്ടമായി, ഭർത്താക്കന്മാർക്ക്. അപ്പോൾ അവരെന്നെ വിളിച്ച് അനുമോദിക്കുന്നു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിംസ് എപ്പോഴും ഒരു ഹൈയേ തന്നിട്ടുള്ളൂ എല്ലാ അർത്ഥത്തിലും. ഈവൻ അപ്രീസിയേഷൻ വൈസ്, അല്ലെങ്കിൽ ക്യാരക്ടർ മോൾഡിങ് വൈസ്, ക്യാരക്ടർ ചേഞ്ചിങ് വൈസ്, ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും. സോ ടേക്ക് ഓഫിൽ വരുമ്പോൾ, ടേക്ക് ഓഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മുസ്ലിം ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഒരാൾ പറഞ്ഞത് സിനിമ കണ്ടിട്ട്
പറഞ്ഞ് ചാക്കോച്ചന് തനി ഒരു മുസ്ലിം ലുക്കുണ്ട് എന്നുള്ള രീതി പറയുന്നു. പിന്നെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ക്യാരക്ടർ വൈസ് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കൺവിൻസിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വൈ ഷുഡ് ഐ മിസ് ദാറ്റ് ചാൻസ്? ദാറ്റ്സ് ഗുഡ്. പാർവതി, ഈ ചാക്കോച്ചൻ അല്പം ഷൈ ആണല്ലേ? ഭയങ്കര ശരിയാ. എന്ത് പറ്റി? ഒരു മാസീവ് നമ്മൾ തമ്മിലും സംസാരിച്ചിട്ടുണ്ട്. വരേണ്ടതായിരുന്നു. ഷഹീദും സമീറയ്ക്കും അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവും. അപ്പം അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. ഞാനും മഹേഷൊക്കെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് അത് കാണുന്നത്. സാനുജി ക്യാമറ വെക്കുന്നു, നമ്മളെല്ലാം റെഡിയായി, എല്ലാം സെറ്റായിട്ട് വരുന്നു. എന്നെ ഉമ്മ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആക്ട് ചെയ്ത് തുടങ്ങി, നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നു, അടുത്തേക്ക് വരുന്നു, മുഖം മാറ്റ. ശരിയാണ്, പ്രിയനോട് ഭയങ്കര പ്രണയമാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അതല്ല സമീറ, അല്ല അതല്ല പാർവതി, വീട്ടിൽ ഫുഡും അക്കോമഡേഷനും പോകും. അത് ആക്ച്വലി അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, എന്നിട്ട് ഉമ്മ വെച്ചോ? ഞാൻ ഉമ്മ വെച്ചു, പക്ഷെ കവിളിലായി പോയി. അത് മുഖം, ഇത് നമ്മൾ ഈ ട്രാഫിക് ഇങ്ങനെ പോകുന്ന പോലെയാണ്, മുഖം മറന്നു, ഞാൻ പിടിക്കുന്നു. അങ്ങനെ അവസാനം ഈ താടി മീശൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടിയില്ല, അതുകൊണ്ട് കവിളിന്റെ ഇവിടെ എവിടെ ഉമ്മ വെച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കുറ്റബോധം. കാര്യം പ്രിയ എനിക്കും ഭക്ഷണം അയച്ചിടാറുണ്ട്. അടുത്ത ദിവസം പ്രിയ കണ്ടപ്പോ പ്രിയ ഉമ്മ വയ്ക്കേണ്ടി വന്നു. മഹേഷാണ് അതിന്റെ എല്ലാത്തിന്റെയും കാരണം. അതുകൊണ്ട് ഇപ്പോഴും പ്രിയ എനിക്ക് സ്നേഹത്തോടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട്. ഇവരെല്ലാം മുന്നിൽ നിർത്തിയാൽ വേണം പാർവതി കൊണ്ട് ഉമ്മ കൊണ്ട് വെപ്പിക്കുക. അതായത് ഈ ഇൻവേർട്ടർ കോമയായിട്ട് സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമയുടെ തിരക്കഥയിലേക്ക് ഫഹദ് കയറുമ്പോൾ ഒരുപക്ഷെ ഇമേജിനെ കുറിച്ച് ചാക്കോച്ചൻ ചിന്തിച്ച പോലെ വേണമെങ്കിൽ ഫഹദിനും ചിന്തിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാം. എന്താണ് ഫഹദ്? തീർച്ചയായും ആ സിനിമയുടെ മെറിറ്റാണ്. സിനിമയുടെ മാത്രമല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാവരുടെയും, അതിൻ്റെ ഡയറക്ടർ ആയാലും അതിൻ്റെ പ്രൊഡ്യൂസർ ആയാലും അതിൻ്റെ റൈറ്റർ ആയാലും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയാലും എല്ലാവരുടെയും എന്താ പറയുക, നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു സിനിമയിൽ നമ്മൾ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു സീനായാൽ പോലും നമുക്കത് അതിൻ്റെ ഭാഗമാകാൻ തോന്നും. ടേക്ക് ഓഫ് അങ്ങനെ തന്നെ ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡൻറ്റ് ഈ ക്യാൻവാസിൽ പറയാൻ പറ്റുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനൊരു തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ പോയില്ല. എനിക്കത് ആസ് എ ഫിലിം എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. മഹേഷ്, ഇത്രയും പേരെ, അതായത് ഫഹദാണേലും ചാക്കോച്ചനാണേലും ഇൻഡസ്ട്രിയിൽ നല്ല വിലയുള്ള ആൾക്കാരാണ്, ആസിഫ് ആണേലും ഉണ്ട്. ഈ 3 പേരെ ഇങ്ങനെ ആരാ പറഞ്ഞ പോലെ പാർവതിയെ കേന്ദ്രീകരിച്ചുള്ള, പാർവതിയുടെ സാറ്റലൈറ്റ്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഇതൊക്കെ ഇൻവേർട്ടർ കോമയല്ല കേട്ടോ ചാക്കോച്ച, വേറൊന്നും വിചാരിക്കും. ഇൻവേർട്ടർ കോമ ഇട്ട് കഴിയുമ്പോഴേക്കും എല്ലാം മാറും. അപ്പം മഹേഷിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ഇവരൊക്കെ വരും, ഇവരൊക്കെ അസൽ നടന്മാരാണ്. ഇതിൽ കഥ ആണ്, നമ്മൾ ഇതിനകത്ത് കോൺസെപ്റ്റ് ആണ് ഇതിന്റെ താരമായിട്ട് ഞാൻ കാണുന്നത്. മഹേഷിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആരൊക്കെയായിരുന്നു? ഓൾവേസ് കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയാണ്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയാന്ന് പറയണ്ട പറഞ്ഞ അല്ല, തീർച്ചയായിട്ടും. അതായത് ഈ കഥയുടെ ഒരു ഐഡിയ ആദ്യം ഉണ്ടായിരുന്ന ഐഡിയ പാർവതിയായിട്ടാണ് ആദ്യം ഷെയർ ചെയ്തു. അതിനുശേഷം ഷഹീദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഞാൻ ചാക്കോച്ചനടുത്ത് അത് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആദ്യമേ ഷെയർ ചെയ്തു ഓൾ ഫസ്റ്റ്. ദെൻ ഇതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് ഏതാണ്ട് ഫിനിഷ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫഹദിനടുത്ത് പോയത്. കാരണം അതുവരെ ചെറിയൊരു സന്ദേഹം ഉണ്ടായിരുന്നു ഫഹദിനടുത്ത് പോകാൻ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഫഹദ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ സിനിമ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമയിലോട്ട് കയറുന്നത്. അപ്പം നാച്ചുറലി ഇങ്ങനൊരു സിനിമയ്ക്കകത്ത് സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാനായിട്ട് പുള്ളി ഇപ്പോൾ ഒരു ആക്ടർ വില്ലിങ് ആവുന്നുള്ളത് സംശയമാണ്. ഞാനും ചാക്കോച്ചനോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരിക്കൽ വീട്ടിൽ നിന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണ്. ഇതിന് ശേഷം ഫഹദിനോട് ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാനും അലക്സും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അലക്സിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറയാം, പോണോ വേണോ, അവന് നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ ഫഹദിനോട് പറഞ്ഞു ഞാൻ കേൾക്കുന്നില്ല, ഞാൻ ആലപ്പുഴ വീട്ടിൽ ഞാൻ കേൾക്കുന്നില്ല, കേട്ട് കഴിഞ്ഞാൽ ഇനി എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്നോട് പറഞ്ഞു, അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ അടച്ചു വെച്ചു, ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ അടച്ചു വെച്ച് നരേഷനൊക്കെ നിർത്തി പോകാനായിട്ട്. അപ്പോൾ അലക്സ് ആ സമയത്ത് ഇല്ലല്ല അത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അലക്സിനൊരു സ്ട്രെങ്ത്തും കൂടിയാണ് ഞാൻ കാണുന്നത്. അല്ല എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ടാണ് ഈ നരേഷൻ കഴിഞ്ഞത്. നരേഷൻ കഴിഞ്ഞിട്ടാണ് ഫഹദ് ഇത്
എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. ഡേറ്റ്സും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യണമല്ലോ, അവർക്ക് അവരുടെ സമയപരിധി നോക്കണം. അതിനുശേഷം സെയിം തിങ് വിത്ത് ആസിഫ് ഓൾസോ. ആസിഫും എഴുത്തിൻ്റെ ഒരു പൂർണ്ണമായും എഴുത്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് ക്യാരക്ടർ വരുന്നത്. ചാക്കോച്ച, സിനിമ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അവരെല്ലാം എക്സൈറ്റഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ഈ സിനിമാ രംഗത്തുള്ള ഒരുപാട് ഒരു സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം ഒരു മനസ്സോടെ പറയാം. ഒരു സാമ്പിള് കൊണ്ടുവരട്ടെ ഒരാളിൽ. ഞാനിപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ളതിൽ അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്. മലയാള സിനിമയ്ക്ക് ഇത്രയും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നല്ലോ എന്ന് ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. മലയാള ഒരു ആക്ടർ എന്നുള്ള നിലയിലും മലയാളി പ്രേക്ഷകൻ എന്നുള്ള നിലയിലും നമ്മുടെ മലയാളത്തിൽ ഇത്രയും നല്ല ഗംഭീര ആക്ടേഴ്സും ഇത്രയും നല്ല ബ്രില്യൻ ടെക്നീഷ്യൻസ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ് എല്ലാവരും. നമുക്കൊരു വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അത്രയേറെ ഒരു പുതിയ സിനിമയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഹൃദയമുള്ള എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ടതാണ്. ഇതൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും എൻ്റെ റിക്വസ്റ്റാണ്. മസ്റ്റ് വാച്ച് ഫിലിമാണ്. നാളെ ഒരു ടി വിയിൽ വരുമ്പോൾ ദൈവം ഇത്ര നല്ലൊരു സിനിമയായിരുന്നല്ലോ എന്ന് പറയുന്നതിലും ഭേദം ഈ സിനിമ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണും. അത് നല്ലൊരു സിനിമയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും. അതായിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പാർവതി ചാക്കോച്ചൻ പിരിഞ്ഞു കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയ പെർസെന്റേജ് എനിക്ക് കൂടി തരണം. എന്നോട് തന്നെ പറയാം. പാർവതി അത് ഓൾറെഡി വെച്ചിരിക്കുന്നത് വെച്ചാൽ എനിക്ക് റെമ്യൂണറേഷൻ വേണ്ട, പെർസെന്റേജ് മതി. അതുകൊണ്ട് ഓൾറെഡി ഒരു പെർസെന്റേജ് അവിടെ പോയി കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് ജയേട്ടൻ പറഞ്ഞതിലുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിനിമയിൽ ആദ്യം സെക്കൻഡ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ മലയാള സിനിമയിലുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുമിച്ചാണ് ഷെയർ ചെയ്തത്. ഇത്രയും ഒരു ഫെയ്ത്ത് എൻറ്റയർ ഇൻഡസ്ട്രി ഷോഡ് ഇൻ അസ്. അതുകൊണ്ടാണ് ഒരു ഇനീഷ്യൽ ആയിട്ട് എല്ലാവർക്കും ഒരു വിശ്വാസം കൊണ്ട് ഇങ്ങനെ ഒരു എൻട്രി, അതായത് സ്കൂളിൽ എക്സാം നടക്കുന്ന ഒരു സമയത്ത് ഇത്രയും ഇനി ആൾക്കാർ വന്ന് സിനിമേനെ ഇങ്ങനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ഹ്യൂജ് പാർട്ട് ഗോസ് ടു അവർ കൊളീഗ്സ്, ഹൗ ദേ സപ്പോർട്ടഡ്. ഞാൻ ഈ പറഞ്ഞ ഈ വാർ സോണിൽ പോയിട്ടുള്ള ആളാണ്. ഈ ഇറാഖിൽ 2 ആഴ്ചക്കാലം യുദ്ധം കവർ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇതെല്ലാം എനിക്കറിയാവുന്നതാണ്. ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ഈ പറഞ്ഞ ലൊക്കേഷൻസ് ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നിങ്ങളിത് ഈ റാസൽ കൈമയിലും ഈ പറഞ്ഞ ഹൈദരാബാദും വെച്ച് ഇതിനെ കയറ്റി പിടിക്കുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ബട്ട് ടു ബി ഓണസ്റ്റ്, ഒരു പക്ഷേ നിങ്ങൾ അവിടെ തന്നെ ടിക്രിറ്റിലോ അല്ലെങ്കിൽ അവിടെയോ ഇറാഖിൽ തന്നെ ഷൂട്ട് ചെയ്ത് അതേ പ്രതീതി ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനം. All goes to the maker. The kind of research Mahesh and Sanu have done. പെർസെന്റേജ് കൂടുതലാണ് ചാക്കോച്ച. ഇതിന്റെ ഒരു ലൈറ്റ് വേയിൽ അത് കണ്ട് ഡീറ്റെയിൽസിലോട്ട് പോവാം. Of course. ഇതിന്റെ ഫസ്റ്റ് ടീസർ, ട്രെയിലർ എല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു ഹോളിവുഡ് ലെവൽ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പം എനിക്ക് ടെൻഷനാണ്. കാരണം ആ എക്സ്പെക്റ്റേഷൻസ് ഫുൾ ത്രൂ ഔട്ട് ആ ഫിലിമിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ആവും, അത് തിരിച്ചടിക്കും എന്താണെങ്കിൽ. അപ്പോൾ അതൊന്ന് അണ്ടർപ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സംഭവം ഇന്റർനാഷണൽ മേക്കിംഗ് ഒക്കെയാണ്, പക്ഷെ ആക്ടിങ് എല്ലാം ലോക്കൽ എന്നൊക്കെ പറയാറ്. പക്ഷേ ലോക്കലായിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ നാടൻ ഫീൽ തന്നെയാണ് വേണ്ടത്. അത് ഒരു മേക്കിംഗ് വൈസ് ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ സാധിച്ചൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ട്. ടെക്നിക്കൽ അഥവാ പിന്നെ പാർവതി ഇത് ഇറാഖിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനെങ്കിൽ പാർവതി പോവായിരുന്നു. ചാക്കോച്ചനോട് ചോദിക്കാത്ത ശരിക്കും ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചാക്കോച്ചൻ വീരശൂര പരാക്രമി. ഞാൻ വീരശൂര പരാക്രമിയാണ്. ചാക്കോച്ചൻ ആരാന്നറിയോ? അല്ല, സി ഡെഫിനറ്റ്ലി വി വുഡ് ഹാവ് ഗോൺ. ഐ മീൻ ഐ വുഡൻ, അങ്ങനത്തെ ഒരു ചാൻസ് ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല. പക്ഷേ ഇപ്പം നമ്മൾ ആക്ടേഴ്സ് ഇല്ലാതെ ഇവർ സാനുവും മഹേഷും ഓടാൻ പോയതാണ്. പക്ഷെ ഓഫ് കോഴ്സ് വി ഹാവ് ടു റിമൈൻഡ് ദാറ്റ് യു ഹാവ് ഫാമിലീസ് ടു ആൻഡ് ദാറ്റ്സ് പാർവതി. അതായത് നോ ഫ്ലൈ സോൺ ആയ സമയത്ത് കള്ള ടാക്സി എന്ന് പറഞ്ഞ പോലെ കള്ള വിമാനത്തിൽ കയറിയിട്ട് ഞാൻ ബാഗ്ദാദിലെത്തി. ഞങ്ങളെ പോലുള്ള പത്രക്കാരെ കാണിക്കുന്ന ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പാർവതി ഒരു പഴയ പത്രക്കാരിയാണ്, പത്രപ്രവർത്തനം അല്പം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ആ ധൈര്യത്തിൽ ഞാൻ ചോദിച്ചത്. അങ്ങനത്തെ ഒരു ഓക്യുപ്പേഷണലി ഐ എം റിക്വയർഡ് ടു ഡു ദാറ്റ്, ഐ വിൽ ഡു ഇറ്റ്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ജീവിതം റിഫ്ലക്ട് ചെയ്യേണ്ട ജോലിയാണ് എൻ്റെത്.
ആൻഡ് ഇഫ് ദാറ്റ് റിക്വയർസ് നമ്മളൊരു ഗറില്ല ഷൂട്ടിംഗ് മോഡിൽ അങ്ങനെ പോകാനുള്ളതാണെങ്കിൽ ഞാൻ അതിനെ എക്വിപ്ഡ് ആക്കുമായിരുന്നു എന്നെ തന്നെ, ബിക്കോസ് ഐ ഹാവ് ടു എക്സ്പീരിയൻസ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ്. സോ ഡെഫിനറ്റ്ലി. പക്ഷേ മഹേഷ് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്സ്റ്റെൻസീവ് റിസർച്ചിൽ ഇപ്പം ഞാൻ മാത്രമല്ല, ഇതിലുള്ള ബാക്കി എല്ലാ നേഴ്സസും അവരെല്ലാവരും ഒരു കോൺഫറൻസ് റൂമിൽ ഇരുത്തിയിട്ട് സാനു ചേട്ടനും സന്തോഷ് രാമനും എല്ലാവരും കൂടെ വന്നിരുന്ന് അൽ ജസീറയിലുള്ള ഡോക്യുമെൻ്ററീസ് ആയാലും അവിടുത്തെ റിയൽ ബോംബിംഗ് സൗണ്ട് എന്താണെന്നുള്ളത് പ്ലേ ചെയ്ത്, സോ അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ ഒരു റിസർച്ച് മെറ്റീരിയൽ വാസ് നോട്ട് ജസ്റ്റ് ഫോർ മീ ആൻഡ് ഫഹദ് ആൻഡ് ചാക്കോച്ചൻ ആൻഡ് ആസിഫ്, ഇറ്റ് വാസ് ഫോർ എവറി സിംഗിൾ പേഴ്സൺ ഹു വാസ് ദെയർ സ്റ്റക്ക് ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. അവർക്ക് എല്ലാവർക്കും ഈ റിസർച്ച് മെറ്റീരിയൽ പോയിട്ടുണ്ട്. ഈ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഷോയിലേക്ക് കൊണ്ടുവരേണ്ടത് മറ്റാരെയല്ല, ഇതിൻ്റെ ആർട്ട് ഡയറക്ടറെയാണ്. വരട്ടെ. എനിക്ക് അറിയാനുള്ളത്, നമ്മളിതെല്ലാം റീക്രിയേറ്റ് ചെയ്തു. നമ്മളിത് എറണാകുളത്ത് ഒരു ഫ്ലോറിൽ വെച്ചിട്ട് ഹോസ്പിറ്റൽ ചിത്രീകരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ഹൈദരാബാദ് ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ ചെയ്യുന്നു. അതിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ഇതിൻ്റെ സ്ട്രീറ്റായിട്ട് റാസൽ കൈമ എന്ന് പറയുന്ന ഔട്ട്സൈഡ് ഇന്ത്യ ആ സ്ഥലം ചിത്രീകരിക്കുന്നു. ഇതിൽ എനിക്ക് പാർവതി ആയാലും ചാക്കോച്ചനായാലും അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരാൾക്കും പിടുത്തം കൊടുക്കാത്ത രീതിയിൽ അവരത് അഭിനയിച്ച് പൊലിപ്പിച്ചു. അത് അത്രയും രീതിയിൽ ഒരാൾക്കും അത് മനസ്സിലായില്ല എന്നുള്ളത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവർ ഏത് രീതിയിലാണ് ഇത്തരം സ്പേസുകൾ ഏത് രീതിയിൽ അവരുടെ ഈ ക്യാരക്ടറൈസേഷനിലേക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ സന്തോഷം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു പക്ഷേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച് സന്തോഷം ചോദിച്ചു. പാർവതി, നമ്മുടെ ഒരു പ്രൊമൈസ്, ആംബിയൻസ്, ഇതൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഇത് കപ്പലാന്നും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒരു വഞ്ചി കൊണ്ട് ഇരുത്തിയിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ വി മേ നോട്ട് ഹാവ് ദറ്റ് ഫീൽ. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ മിക്കവാറും ഒരു മൂലയിൽ മറ്റേത് വെച്ചിട്ടുണ്ടാവും, വേറൊരു മൂലയിൽ വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഏതൊക്കെ ഊഹിക്കാൻ പറ്റും. ഈ മൂപ്പർ പണ്ട് ടെലിവിഷൻ ജോലി ചെയ്തതുകൊണ്ട് ആ വിദ്യയെല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ട്. ശരിയല്ല പക്ഷേ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ആക്ടറെയാണത്. അത് ശരിയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഹ്യൂജ് ബെയറിംഗ് ഓൺ ദ ആക്ടർ. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. See, it's about I don't know if it is the same thing for you. പക്ഷേ ഇതിലുള്ള ഒരു സീൻ ചാക്കോച്ചൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു സീനിൽ ഞാനും ചാക്കോച്ചനും ഓടുന്നതാണ് ഇപ്പം ഈ സന്തോഷനം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടങ്ങുന്നത് കൊച്ചിയിലും അതിൻ്റെ പകുതി ഭാഗം ഹൈദരാബാദും അവസാന ഭാഗം റാസൽ ഖൈമയാണ്. സോ ആദ്യത്തെ ഓട്ടമായിരിക്കും അങ്ങനത്തെ. സോ ഇങ്ങനെ ഒരു സ്പാനിലുള്ള, അതായത് പക്ഷേ ആസ് എൻ ആക്ടർ ഞാൻ ഇൻഹെബിറ്റ് ചെയ്യുന്നത് ഒരു ഫിക്ഷണൽ സ്പേസ് ആണ്. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് ഒരു ഷോട്ടിന് തൊട്ട് മുമ്പേ എൻ്റെ ആക്ടറും ഡയറക്ടറും ക്യാമറമാനുമാണ്. ആൻഡ് അതിനെ വിശ്വസനീയമാക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ദ ആർട്ട് ഡയറക്ടർ. ഞാൻ എപ്പോഴും നോക്കിക്കാണാൻ എനിക്ക് ആഗ്രഹമുള്ളത് ഒരു ആർട്ട് ഡയറക്ടറുമായിട്ടുള്ള സംസാരങ്ങളാണ്. അവർ പ്ലേസ് ചെയ്യുന്ന ചില സാധനങ്ങൾ, സമീറ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ബിലീവിങ് ഇൻ ദാറ്റ്. അതായത് നമ്മൾ മേക്ക് ബിലീവ് എന്നുള്ളത് ആക്ടേഴ്സും സസ്പെൻഷനും ഡിസ്ബിലീഫ് ഓഡിയൻസും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴേ നമുക്കത് എഫക്റ്റ് ചെയ്യുള്ളൂ സിനിമ പൂർണ്ണ രീതിയിൽ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ടീം എനിക്ക് ആ ഒരു മേക്ക് ബിലീവ് സ്പേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആസ് എൻ ആക്ടർ എൻ്റെ ഒരേ ഒരു കർത്തവ്യം അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഓട്ടം മേടിക്കുന്ന കുട്ടി പോയപ്പോൾ ഒരു ഓട്ടമായിരുന്നു. യെസ്, നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കൂടണം. ഒരു ഘട്ടം കഴിയുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു മോൻ ഓടി പോവുകയാണ്. ഫോർ ഷഹീദ് ഓൾസോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഗെറ്റ് ദ ബോയ് ബാക്ക്. എല്ലാം ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷഹീദ് ഭായ്. എങ്ങനെയാണ് ഓടിയത്? എനിക്ക് അല്ല, എൻ്റെ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടെ ഒരു പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഒരു സ്പീഡ് അനുസരിച്ച് ടക്ക് എന്ന് പറഞ്ഞ് പോയി ഓവർടേക്ക് ചെയ്ത് ചെന്ന കൊച്ചിൻ്റെ അടുത്ത് എത്താം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നം വെച്ചാൽ ഷീസ് പ്രഗ്നൻറ്റ്. അപ്പം പുള്ളിക്കാരി കൂടെ ഓടുമ്പോൾ ഐ ഹാവ് ടു ബി കൺസേൺഡ് അബൌട്ട് ഹെർ ചൈൽഡ് ഗ്രോയിങ് ഇൻസൈഡ്. ആ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം എൻ്റെ ഒരു നോർമൽ ഈ 5 years ചാക്കോച്ചൻ ഞാൻ ചിലപ്പം ഓടിപ്പോയ കൊച്ചിനും പിടിച്ചോണ്ട് വന്ന് തിരിച്ച് ഇവളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ആ കൊച്ചിനും പയ്യനും പിടിച്ചോണ്ട് വന്നേനെ. ഒരു പകുതി ഇവിടെ കൊടുക്കണം. അപ്പൊ ആ ഒരു സാധനം ഇവിടെ കൊടുക്കണം. അത് എങ്ങനെയൊക്കെയോ സംഭവിച്ചു. ശരിയായിരുന്നു. ഞാൻ ഓടുന്നതും ഒരു പ്രഗ്നന്റ് ലേഡി ഓടാവുന്ന സ്പീഡിലേ ഓടാനും പറ്റുള്ളൂ. ഐ കാന്റ് റൺ ലൈക്ക് ദ വേ ഐ വുഡ് റൺ ബിഹൈൻഡ് ചാർലി. എവിടെയോ ഞാൻ വായിച്ചു ചാക്കോച്ച ഈ പാർവതിയുടെ വയറിൽ പോയി പൊട്ടിയിട്ട് ഗംഭീരമായെന്ന് ചോദിച്ചിരുന്നു. മേക്കപ്പ് അടിപൊളിയായിരുന്നു. പണ്ട് നാടകത്തിലൊക്കെ പലർക്കും പണ്ടത്തെ കാലത്തൊക്കെ അതാണ് റിയൽ ആയിട്ട് നമ്മളെ ദേഹത്തിന് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ആസ് എ ട്രൂ ആർട്ടിസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു യൂസ് യുവർ ബോഡി. പാർവതിക്ക് ചെറിയൊരു കുട്ടിക്കോപ്പി ഉള്ളത് നന്നായില്ലേ? കുട്ടിയൊന്നല്ല, ഞാൻ തന്നെ വളർത്തിയെടുത്താണ്. നല്ല വെള്ളം തൊട്ട് മുമ്പ് കുടിച്ച് വയറ് വീർപ്പിച്ചിട്ടാണ് വരുന്നത്.
ഏകദേശം. ഈ സിനിമയ്ക്ക് പാർവതിക്ക് വേറെ മേക്കപ്പ് ഒന്നും വേണം, കുറച്ച് 4 ലിറ്റർ വെള്ളം മതി എന്നുള്ള കാര്യം മഹേഷിന് മനസ്സിലാക്കിയില്ലേ? ഒരിക്കലുമില്ല. കാരണം പ്രഗ്നൻസിയുടെ ഗ്രോത്തിനകത്ത് പ്രോസ്റ്ററ്റിക്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പാർവതി ഒരുപാട് വെള്ളം കുടിച്ചു. കാരണം വെള്ളം കുടിപ്പിച്ചു. ആക്ച്വലി ഗുണം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പ്രോസ്റ്ററ്റിക്സ് ആണ്. ഒന്ന് നമ്മൾ വയറ് ശരിക്കും കാണുകയാണെങ്കിൽ രഞ്ജിത്ത് അമ്പാടിയും ടീമും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്കിന്നായിട്ട് നമ്മൾ കാണും വേണം. അങ്ങനത്തെ ഒരു ഷോട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സിനിമയിലുണ്ട്. പിന്നെ ഉള്ളത് സിലിക്ക ജെല്ലി വെച്ചിട്ട് അവര് വയറ് കെട്ടും. അപ്പം ജനിക്കുന്നൊരു കൊച്ചിന് ഏകദേശം എത്രയാണ് ഉണ്ടാവുക വെയിറ്റ്? ഒരു 3 കിലോ. 3 കിലോ ഒരു 2.5 കിലോ എങ്കിലും അതിന് വെയിറ്റ് ഉണ്ടായിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് 2.5 കിലോ ആണ് ഞാൻ കെട്ടിയ സാധനത്തിന്റെ വെയിറ്റ്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് അതൊരു ബലൂൺ പോലത്തെ ഒരു സാധനം ഞാൻ വയറ് കെട്ടിയല്ല ചെയ്തത്. ലിറ്ററലി എനിക്ക് എൻ്റെ ബാക്ക് പെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് പാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ നിന്നൊരു ഇത് വലിക്കും, താഴെ കൂടെ ആ സാധനം വീടും, ഞാൻ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞു പോയി. പക്ഷേ മദർ ഹൂ ഇസ് ഗോയിങ് ത്രൂ ദാറ്റ് ഷീ കാൻറ്റ് അഫോർഡ് ടു റിമൂവ് ദ യുനോ ടമ്മി. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതും എൻ്റെ ഒരു മേക്ക് ബിലീവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ അതായത് മോനെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ച് വന്ന് നടന്ന് റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അങ്ങനത്തെ ഒരു സ്പേസിലുള്ള ഒരാൾ, അങ്ങനത്തെ ഹെൽത്ത് ഉള്ള ഒരാൾ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നതെന്നുള്ളതാണ്. മലന്ന് കിടക്കുമോ, അത് ചെരിഞ്ഞ് കിടക്കുമോ, അത് എത്രത്തോളം ബാക്ക് പെയിൻ ഉണ്ടാവും. I had few friends who've gone through pregnancy, of course. Mahesh is a huge pregnancy expert. ഇതിന്റെ റൈറ്റിംഗ് പ്രോസസ്സിൽ എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. Yes. എന്നോട് ഒരുപാട് മഹേഷ് ഈ സിനിമയ്ക്ക് വേണ്ടി വൈഫിനെ പ്രഗ്നന്റ് ആക്കി. I'm sorry, Ramya. Parvati, you made me to say that actually. Did I? You gave a pass to me. I just kicked it. Oh, really? Okay then. Fine. പക്ഷേ രമ്യ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ പൊസിഷനിൽ കിടക്കാൻ അവർക്ക് സൗകര്യമായിരിക്കും, എന്തൊക്കെയായിരിക്കും അവർ കുടിക്കുന്നത്, അതൊക്കെ മഹേഷ് പറഞ്ഞു തന്നിട്ടാണ്. ഓഫ് കോഴ്സ് ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്, ബട്ട് he knows. അപ്പോൾ ആസ് എ ഗുഡ് ഡയറക്ടർ, ആസ് എ ഗുഡ് റൈറ്റർ മൂപ്പര് ചെയ്തിരിക്കുന്നത് റിയൽ ലൈഫിലുള്ള ഒരുപാട് ഹോംവർക്ക് ആയിരിക്കും. ബട്ട് ഈ സമയത്ത് ഒരു പക്ഷേ സന്തോഷിന്റെ ഒപ്പം ഈ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി ഈ പറഞ്ഞ ചേരുവകളൊക്കെ വളരെ പെർഫെക്റ്റ് ആക്കിയ ഒരാളെ കൂടെ കൊണ്ടുവരും. ലെറ്റ്സ് സീ. മഹേഷിന്റെ ദീർഘകാലത്തെ സുഹൃത്താണ്. നമ്മൾ ഒരുമിച്ച് നേരത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ എനിക്ക് വെയിറ്റിങ്ങിലുള്ള ഒരു ഗ്യാപ്പിൽ കൊച്ചി വെച്ച് ആ സമയത്ത് മഹേഷ് ഈ കഥയോട് പറയുന്നത്. അന്ന് മഹേഷ് പറഞ്ഞ കഥയിലെ വ്യക്തത, കഥാപാത്രങ്ങളെ കണ്ട ആ ഒരു ഡീറ്റെയിലിംഗ്, പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഇതുപോലെ സ്കെയിലുള്ള ഒരു പടം ചെയ്തു തീർക്കാനായിട്ട് മഹേഷും ഞാനും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന കുറേ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ഇതെല്ലാം കൊണ്ട് എനിക്ക് അന്ന് തോന്നിയത് ഇത് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പടം വേണ്ടടുത്ത് എത്തിപ്പോവോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി, എനിക്ക് പേടി തോന്നി. അങ്ങനെ ഒരുതരം പൊസസീവ്നെസ് തോന്നിയാണ് ഞാൻ ഈ പടം ചെയ്യണമെന്ന് മഹേഷിനോട് പറയുന്നത്. പബ്ലിക് എങ്ങനെ ഈ പടം റിസീവ് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി എന്ത് തോന്നുന്നു മഹേഷ്? മൂപ്പറുണ്ടെങ്കിൽ ഈ സിനിമ നടക്കും എന്നുള്ള കാര്യം മൂപ്പർ മഹേഷിനോട് പറഞ്ഞിരുന്നു? അതല്ല, അതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വരുന്നൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് സ്പേസ് ഉണ്ട്. അത് കമൽഹാസന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയുടെ അണ്ടർസ്റ്റാൻഡിങ് സ്പേസിനാണ്. അപ്പോൾ ആ സങ്കേതം ഞങ്ങൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത്. സാർ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന്. അത് പഠിപ്പിച്ചത് കമൽ സാറാണ്. ബേസിക്കലി ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഞാൻ ഫിലിം സ്കൂളിൽ നിന്ന് കൈരളിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയത് അടയാർ ഫിലിം സ്കൂളിലോട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ അടുത്ത ഫിലിം സ്കൂൾ കമൽ സാറാണ്. കാരണം അവിടെ ഞാനും പുള്ളിയും ഏതാണ്ട് 2-2.5 വർഷത്തോളം ഒരുമിച്ച് ഈ വിശ്വരൂപം എന്ന് പറഞ്ഞ പടമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ മുഴുവൻ മദ്രാസിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊരു വലിയ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക്. കാരണം അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് മണ്ണിന്റെ ടെക്സ്ചർ മാച്ച് ചെയ്ത് നമ്മൾ കാണുന്ന ഓരോ ഡീറ്റെയിലും. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഞാൻ സഞ്ജയനോട് പറയുന്നത്, നമുക്കിത് അങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നവരെ അങ്ങനെ എളുപ്പമല്ല. നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം, ഷോട്ടുകൾ കൃത്യമായി അതൊരു എഡിറ്റർ ബ്രെയിനും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു എഡിറ്റർ ക്യാമറ ബ്രെയിൻ ഞങ്ങൾ സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് ഇത്രയും മതി, ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നുള്ളൊരു ധാരണയിൽ തന്നെ മുൻകൂട്ടി പോകുന്നു. ആക്ച്വലി നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ എന്ത് രീതിയിലുള്ള ബഡ്ജറ്റ്. അതാണ് പാർവതി, എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് മാത്രമല്ല, ഒരു ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ നമുക്കറിയാം എവിടെ പാളുന്നത്. എന്താ കാരണം വെച്ചാൽ ആവശ്യമില്ലാത്തതെല്ലാം കൊണ്ട് ഇടും, ആവശ്യമുള്ളതും ഉണ്ടാവില്ല. മഹേഷിന്റെയും സാനുചേട്ടന്റെയും ക്ലാരിറ്റി ആസ് ടു എന്ത് ഷോട്ട് വേണം വേണ്ട എന്നുള്ളതാണ്. സോ നമ്മളൊരു സീൻ ഇഫ് ഇറ്റ് ഓൺലി റിക്വയർസ് 3 ഷോട്ട്സ്, ആ 3 ഷോട്ടിൽ എല്ലാം പറയും, എല്ലാം കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ചില ഇതിൽ
വി ടേക്ക് എന്താ അവർ ചില സിനിമകളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യാറുണ്ട്, നമുക്കൊരു സേഫ് സൈഡിന് നമുക്ക് ക്ലോസ് കൊടുക്കാം, മിഡ് കൊടുക്കാം, ഒരു വൈഡ് കൊടുക്കാം, എടുത്തങ്ങ് വെച്ചേക്കാം, പറയാൻ പറ്റില്ല. താങ്ക്ഫുള്ളി വി ഹാവ് എൻ എഡിറ്റർ. സോ ഷോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, എക്സ്പ്രഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആവശ്യമില്ലാത്തത് പച്ചാളം ബാസിയാക്കുക. അതെന്താ അത് കഴിഞ്ഞ് എടുത്തു വെച്ചിട്ട് ഏത് വേണം നോക്കാം. ഇത് ഞാൻ ഇടയ്ക്ക് ഓരോ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ മഹേഷ് അടുത്ത് ചാക്കോച്ച് അത്രയും വേണ്ട, നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ മൂപ്പരുടെ ഏറ്റവും ട്രെയിൻ ഇതാണ് ഈ കൂട്ടാൻ പറയില്ലേ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ നിന്നാൽ മതി. എക്സ്പ്രഷനൊക്കെ വലിയ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളുണ്ട്. കാരണം ഇവരുടെ എല്ലാ റഷസ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവരുടെ എല്ലാം കണ്ടിരിക്കണം. ഇവരുടെ ഫസ്റ്റ് ടേക്ക് എന്താ, ഇവരുടെ ലാസ്റ്റ് ടേക്ക് എന്താ, ഓക്കെ ടേക്ക് എന്താ, ഇതിന്റെ മിഡിൽ എന്താ വരുന്നത്, ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന. അപ്പൊ അതുകൊണ്ട് നമുക്കത് ആ പോയിന്റ് ശ്രദ്ധിച്ചോ പാർവതി. അപ്പോൾ ഞാൻ ഒരു ചോദിച്ചോട്ടെ, ഈ പാർവതിയുടെ പല റഷസും കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പാർവതിയുടെ റഷസിൽ എവിടെയാണ് പാർവതിയുടെ അഭിനയത്തിൽ മുൻ സിനിമകളിൽ പാർവതി ചെയ്യേണ്ടതായ ഒരു ജസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഇല്ല, ഞാൻ ഓരോ സിനിമയും സത്യസന്ധമാണ്. ഓരോ സിനിമയും പിച്ച് ചെയ്യേണ്ട പ്രേക്ഷകരെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ മൊയ്തീൻ പിച്ച് ചെയ്യേണ്ട പ്രേക്ഷകർ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ടെസ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത പടമല്ല, പക്ഷേ ഞാൻ കുറച്ച് ദിവസം ഇരുന്ന പടമാണ്, എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമയാണ്, മാർട്ടിൻ പ്രകാറിൻ്റെ. ഇതൊരു കുമ്പസാര കേട്ടോ, തീർച്ചയായും വളരെ ഓപ്പണായിട്ട് പറയാം. അപ്പം ചില സമയത്ത് ഇപ്പം മൊയ്തീൻ്റെ സമയത്ത് ഞാനും വിമലും തമ്മിലുള്ള ഡിസ്കഷനിൽ എപ്പോഴും ഒന്നുണ്ടായിരുന്നു, ഞാൻ പിക്ക് ചെയ്യുന്ന ടേക്കുകൾ ചിലപ്പോൾ റോങ് ആയിരിക്കും. കാരണം ഞാൻ ചിലപ്പോൾ ചില സ്വാഭാവികമായിട്ടുള്ള ടേക്കുകൾ പിക്ക് ചെയ്യും. അപ്പോൾ വിമൽ എൻ്റെ അടുത്ത് പറയും, അണ്ണാ ഇത് നമുക്ക് കുറച്ചുകൂടെ ലൗഡർ ഇമോഷൻ വേണം. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ്. പക്ഷേ ആ ഡയറക്ടർ പറയുന്നത് കറക്റ്റാണ്, ആ പോയിന്റിൽ പുള്ളി പറയുന്നത് പോയിന്റ് കറക്റ്റാണ്. പക്ഷേ മഹേഷ് അത് സ്വീകാര്യമല്ല. അല്ല, എനിക്ക് അതേ ഓരോ മഹേഷ് ഡയറക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞങ്ങ് ചെയ്തോളൂ. തീർച്ചയായിട്ടും. പക്ഷെ മഹേഷ് ഡയറക്ടർ ആയപ്പോൾ മഹേഷിന് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം ചാക്കോച്ചലേക്ക് ഒന്ന് ഇങ്ങനെയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സോ ഇസ് ദാറ്റ് എല്ലാ തവണയും കുറച്ചും കൂടെ വേണം എന്ന് കേൾക്കുന്ന ആക്ടേഴ്സാണ്. So it was very new for us to get a director who says that ഇത്രയും വേണ്ട and also an understanding of what frame is being kept. ആ ഫ്രെയിമിൽ നമുക്ക് പറയേണ്ട ഓഡിയൻസിൽ ഇത്രയും അടുത്ത് നിന്നാണ് പറയുന്നത്. That's the one good thing about cinema. നമുക്ക് എത്ര ക്ലോസ് ആയിട്ട് പറഞ്ഞാൽ you have to reduce your emotions. ചില സമയത്ത് നമ്മൾ റിയൽ ആയിട്ട് ഒരു ഇമോഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ലൗഡ് ആയിട്ടായിരിക്കും ക്യാമറയിൽ കാണുന്നത്. ആ ഒരു ഒബ്ജക്ടിവിറ്റി, ടെക്നിക്കൽ ഒബ്ജക്ടിവിറ്റി ഒരു ആക്ടറിന് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല. സോ വി നീഡ് ടു ബി റിമൈൻഡഡ് ഓഫ് ദാറ്റ്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആക്ടേഴ്സ് സാധാരണ നന്ദി പറയാത്ത ഒരുപാട് പേരുണ്ട്. സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം സെറ്റപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് നല്ലോണം അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഷോട്ട് എവ്രിബഡി ഗെറ്റ്സ് ദ ഷോട്ട് ടുഗെദർ. ഒരു ഫോക്കസ് പുള്ളറിനോടുള്ള കൃതജ്ഞതയും അല്ലെങ്കിൽ ഒരു എഡിറ്ററിനോടുള്ള കൃതജ്ഞതയും ഒരു ആക്ടറും പറയാറില്ല. ആൻഡ് ഐ ഹാവ് ഇമ്മെൻസ് റെസ്പെക്ട് ഫോർ ബോത്ത് ഓഫ് ദം. കാര്യം ഈ സിനിമയിലൊക്കെ ഞാൻ ഓടിയ ഓട്ടവും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിലൊക്കെ രാജുബായും ഒക്കെ കിട്ടി. അത് അതായത് ചിലപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ക്ലാപ്പ് അടിക്കുന്ന രാജുവായി നമ്മൾ അടിക്കുക. അതായത് ഞാൻ അഭിനയിച്ചത് കണ്ടിട്ടോ അല്ലെങ്കിൽ സാനുചേട്ടൻ്റെ ഫ്രെയിമോ കണ്ടിട്ടല്ല. കാര്യം ആ മൂവ്മെന്റിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഫുൾ കൊടുത്തിട്ടാണ് അഭിനയിക്കുന്നത്. അതൊരു റീടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് പ്രഷർ ഫോർ ദി ആക്ടർ ടു റീക്രിയേറ്റ് സംതിങ്. സോ ഒരു ഫോക്കസ് പുള്ളറിനോട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു എഡിറ്റർ നല്ല ഷോട്ടും ഡയറക്ടറിൻ്റെ കൂടെ നിന്നിട്ട് പിക്ക് ചെയ്താലേ ആ അവാർഡ് സ്റ്റേജിൽ ഞാനൊരു അവാർഡ് വാങ്ങിക്കുമ്പം I am also thankful to that editor for picking the right shots.